ഹായ് ഹലോ, ചിത്രയുടെ വിശേഷങ്ങളിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇളമ്പള്ളൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ 10ാമത് മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനലിൽ. അപ്പം ഞങ്ങൾ ഉത്സവത്തിൻ്റെ തലേന്ന് അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ എത്തിച്ചേർന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞാലും പോലെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഉത്സവത്തിൻ്റെ തലേന്നത്തെ ദിവസമാണ്, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ വർഷവും ഇതേ കണക്ക് തന്നെയാണ്, നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു. അങ്ങനെ ദർശനമൊക്കെ നടത്തിയിട്ട് വരുമ്പം നിൽക്കുന്നു ഒരാൾ തുമ്പിക്കയ്യോ ആട്ടി ആട്ടി വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ആൾ എനിക്ക് നല്ലതുപോലെ പോസ് ചെയ്തൊക്കെ തന്നു കേട്ടോ. കാലൊക്കെ നല്ലപോലെ വെച്ച് അടിപൊളിയായിട്ട് പോസ് ചെയ്തൊക്കെ തന്ന്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ദർശനമൊക്കെ നടത്തിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോയി കേട്ടോ. അവിടെ ഗാനമേള നടപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇന്ന് ഗാനമേളയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ട്, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ആ ഗ്രൗണ്ടിലാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അങ്ങനെ അവിടെയാണ് കച്ചവടക്കാരും എല്ലാം ഉള്ളത് കേട്ടോ. അപ്പം അവിടെ പോയി കുറേ അധികം നിന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു മോതിരം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു മോതിരം മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ചെമ്പിൻ്റെ ഒരു മോതിരമാണ് കേട്ടോ എടുത്തത്. ചെമ്പിൻ്റെ ഒരു കളറുള്ള മോതിരമാണ് എടുത്തത്. അങ്ങനെ അതേ ഒരു സെയിം മോതിരം തന്നെ ഇട്ടപ്പം ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതേ ഒരു മോതിരം തന്നെ ഞാനും എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടി ഇന്ന് വന്നിട്ടില്ല കേട്ടോ. തുമ്പിക്കുട്ടിക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു പാവ വേണമെന്ന് പറഞ്ഞു വിട്ടു എൻ്റെ അടുത്ത്. അമ്മ എനിക്കൊരു പാവയും കൂടെ മേടിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു കിളിയുടെ ഒരു പാവയാണ് മേടിച്ചത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അധികം സെലക്ട് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ആ കിളിയുടെ പാവ ഇഷ്ടപ്പെട്ടത്. ഇഷ്ടംപോലെ പാവകളുണ്ടായിരുന്നു. അപ്പം കുഞ്ഞാറ്റ പറഞ്ഞു, ആ അമ്മ ഇനിയിപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ്. പക്ഷേ അവൾ പറഞ്ഞു വിട്ടത് വേറൊരു മോഡലായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഇതായതുകൊണ്ട് അവൾക്ക് ഇത് തന്നെ മേടിച്ചു കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ ഇനി ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതെടുത്തു. എനിക്ക് ആ പാവകളെല്ലാം കണ്ടുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ തോളിൽ കിടത്തി ഉറക്കുന്ന പാവ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം നമ്മുടെ അവിടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈകൊട്ടിക്കളി നടത്തിയതിന് ശേഷം, ആ പ്രോഗ്രാം നടത്തിയതിന് ശേഷം കുട്ടികളെല്ലാം അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഗാനമേള അവിടെ നടക്കുന്നത്. ഗാനമേള ഇപ്പുറത്തും കൈകൊട്ടിക്കളി അപ്പുറത്തും അങ്ങനെ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. പിന്നെന്താ, അതിന് ശേഷം നമ്മൾ ഒരു കിളിക്കൂട് നമ്മളിങ്ങനെ വോളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടത്തില്ലേ, ഡോറിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന അതാണ് ഈ സംഭവം. അപ്പോൾ അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു കുഞ്ഞി കൃഷ്ണൻ നിൽപ്പുണ്ട് കേട്ടോ. ഈ കൈകൊട്ടിക്കളിയുടെ പ്രോഗ്രാമിൽ ഉള്ള ആളാണത്. ആ കുഞ്ഞി കൃഷ്ണൻ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം. കൃഷ്ണനെയും കൂടെ അങ്ങ് വീഡിയോ എടുത്ത്. പിന്നെ അതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് ഒരു ചേട്ടൻ നിന്ന് കൊട്ടയും വട്ടിയും പൂക്കൂടയും എല്ലാം അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നിന്ന് ഞങ്ങൾ കുറേ അധികം നേരം അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കുഞ്ഞാറ്റയുടെ സ്കൂളും അമ്പലവും അപ്പുറം ഇപ്പുറമായിട്ടാണ് കേട്ടോ. അതിൻ്റെ നടുക്കാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടും ഇത് തന്നെ, അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ടും ഇത് തന്നെയാണ് കേട്ടോ. അപ്പം സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നതെല്ലാം അവിടെ തന്നെയാണ്. ഇന്ന് ഗാനമേളയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തകർപ്പൻ ഗാനമേളയായിരുന്നു. കോട്ടയംകാരുടെ ഗാനമേളയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ചിത്രയുടെ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.